നമുക്ക് അടുത്ത സീക്വൻസ് സ്റ്റണ്ട് ആണ്, ഫൈറ്റ് ആണ്. ഫൈറ്റിന്റെ ആരാണ്ട് സീക്വൻസ് നമുക്ക് എടുക്കണം. അപ്പൊ ഈ നായകനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയോ? സാറേ ഈ നായകയുടെ വീട്ടിലേക്ക് നായകൻ കടന്നു ചെല്ലുകയാണ് സാർ, ഒളിച്ചോടാൻ വേണ്ടി. അപ്പൊ ഇവിടെ ആങ്ങളമാർ വളഞ്ഞിട്ട് തല്ലുന്നതാണ് സീൻ. അതെ, മംഗളമാരെല്ലാം എത്ര പേര് കാണും? ഒരു 10-15 പേര് കാണും. 16-20 ഒക്കെ. സംഭവം ഇത്രയേ ഉള്ളൂ. നായകൻ നായകയുടെ വീട്ടിലേക്ക് ചെയ്യുന്നു, നായിക ഇറങ്ങി വരുന്നു, അപ്പൊ ആങ്ങളമാര് വരുന്നു, കൂട്ടേടിയാകുന്നു. ഓക്കെ, അപ്പൊ നായകൻ നായകക്ക് പിടിക്കാൻ നേരത്ത് അപ്പൊ നായകയുടെ സഹോദരൻ ഒരു മാരക ആയുധവുമായി വന്ന് നായകന്റെ പുറകിൽ അടിക്കുന്നു. എന്ത് മാരകായുധം എന്തായിരിക്കും? മാരകായുധം ദൂരല്ലോ. ആ, അല്ല നിങ്ങൾ മാസ്റ്റർ അല്ലേ? അതെ, സ്കൂളിലെ മാസ്റ്ററാണ്. സ്കൂളിലെ മാസ്റ്റർ? പണ്ട് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് റിട്ടയർഡ് ആയപ്പോഴത്തേക്ക് അവിടുത്തെ സാറുമാരും ഞാനും തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആണ് ഇപ്പോഴും. നാട്ടുകാരും ഞാനും ഭയങ്കര ഫൈറ്റ്. അങ്ങനെ ഫൈറ്റ് എനിക്ക് തോന്നിയ ഒരു ഫൈറ്റ് മാസ്റ്റർ ആണ്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഈ ഫൈറ്റ് ഞാൻ കിടക്ക് കാണിച്ചു. അല്ല കിടക്കണോ? അടിപൊളിയാക്കും. ഇതെങ്ങനെ സീക്വൻസ് എങ്ങനെ എടുക്കണം? നമ്മള് ഡ്യൂപ്പിനെ വെച്ചാ എടുക്കുന്നത്. അപ്പൊ സാറിന് ഇപ്പൊ പറ്റത്തില്ലോ. എഫക്റ്റ് വേണം കേട്ടോ. എഫക്റ്റ് ഒക്കെ ഉണ്ടെന്നേ. എഫക്റ്റിന് വേണ്ടി സിംഗപ്പൂരിൽ നിന്നൊരു സാധനം കൊണ്ടുവന്നു. അസിസ്റ്റന്റ് എഫക്റ്റ് വരണം. ഇതിലടിച്ചു കഴിഞ്ഞാൽ പൊടി പടരം. അപ്പൊ നായകനെ ഇങ്ങനെ നായികയെ പിടിക്കാൻ പോകുന്നു. നായികയുടെ സഹോദരൻ വന്ന് വീണ്ടും ആടല്ല ഡ്യൂപ്പ് ചെയ്യുന്ന ആളല്ലേ? അല്ല, ഇതിന് വേറെ വലിയ ഐറ്റം ഉണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെ ഫൈറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും? ഇതൊന്നും നടക്കില്ല. നാളെ ചെയ്യാം സാറേ. പിന്നെന്ത് ചെയ്യും? ബ്രേക്ക് വിശക്കുന്നു സാറേ. ബ്രേക്ക് പറഞ്ഞാലോ? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്. സാർ, നമുക്ക് ബ്രേക്ക് ചെയ്താലോ? ബ്രേക്ക് വേണ്ട, അതിന് നല്ല ഡിസ്കോ ആയത്.